ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂ ഇയർ 2026 ആത്മശക്തി ഇന്റർനാഷണൽ ചർച്ചിന്റെ പ്രയർ ഹല്ലേലൂയ കടന്നു വന്ന ഓരോ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ചാട്ടെ 124 സങ്കീർത്തനത്തിന്റെ 1 വാക്യം. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ മതി. ഹല്ലേലൂയ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. 2025 ഹല്ലേലൂയ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവം തന്റെ ജനത്തിന്റെ പരിപാലകനാണ്. മാത്രമല്ല, കർത്താവിന്റെ നാമം നമ്മുടെ രക്ഷയുമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. 2025 നമ്മൾ ഇവിടെ കാണുമായിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ 2026 ആരംഭിക്കുവാൻ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പക്ഷത്ത് ഹല്ലേലൂയ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ കഴിഞ്ഞ ഒരു വർഷക്കാലം ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ജീവിച്ചത്. ഹല്ലേലൂയ പിശാചിന്റെ ഹല്ലേലൂയ അടിമയായി ഇരിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല. വായിച്ചാട്ടെ അതിന്റെ 2 വാക്യം. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യർ ഹല്ലേലൂയ നമ്മോട് എതിർത്തപ്പോൾ. ഹല്ലേലൂയ. സാധാരണ മനുഷ്യരൊന്നും നമ്മളോട് എതിർക്കാറില്ല. എന്നാൽ ഹല്ലേലൂയ ചില മനുഷ്യരിൽ പിശാച് കയറിയാൽ പ്രാർത്ഥിക്കുന്നവർക്ക് എതിരെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല തരത്തിലുള്ള ഹല്ലേലൂയ ദുരാത്മാക്കൾ ഹല്ലേലൂയ നമുക്ക് എതിരെ 2025 വന്നിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ അതിനെ എല്ലാം ഹല്ലേലൂയ തകർത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവം നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുകയാണ്. ശത്രുക്കൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് എതിരെ വന്നാൽ ഹല്ലേലൂയ ദൈവം നമ്മുടെ പക്ഷത്തു തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളുടെ പക്ഷത്തു തന്നെയാണ് ഹല്ലേലൂയ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തു തന്നെയാണ്, മാറ്റമില്ല. ഹല്ലേലൂയ. യേശു നമ്മുടെ പക്ഷത്താണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഹല്ലേലൂയ സുരക്ഷിതത്വമുണ്ട്. ഹല്ലേലൂയ.
ക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തായ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ അന്ധകാരത്തിന്റെ ശക്തികളെ തകർത്തുകൊണ്ട് ദൈവം നമ്മുടെ പക്ഷത്ത് ഇത്രയും വർഷം ഹല്ലേലൂയ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും നമ്മുടെ പക്ഷത്തു തന്നെ ആയിരിക്കും. ഹല്ലേലൂയ ഇത്രയും ഹല്ലേലൂയ കൊല്ലം ഹല്ലേലൂയ ദൈവം നമ്മുടെ പക്ഷത്തു തന്നെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അയ്യോ കഷ്ടം, അയ്യോ ദുരിതം. ഇസ്രായേൽ ജനം ഹല്ലേലൂയ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ശേഷം ചെങ്കടൽ കരയിൽ വെച്ചും ഹല്ലേലൂയ പിന്നിൽ ഹല്ലേലൂയ മിസ്രയീം സൈന്യത്തെയും കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ഹല്ലേലൂയ ചെങ്കടലിലെ വെള്ളത്തിൽ മുങ്ങിച്ചാകുമെന്ന് ഭയപ്പെട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ യഹോവയായ ക്രിസ്തു നമ്മുടെ പക്ഷത്ത് ഉള്ളതുകൊണ്ട് ചെങ്കടലിലെ പിളർത്ത ഹല്ലേലൂയ ഹല്ലേലൂയ ഇസ്രായേൽ ജനം ഹല്ലേലൂയ ഹല്ലേലൂയ ഫറവോൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്നും ഹല്ലേലൂയ യഹോവയായ ദൈവം നമ്മെ ഹല്ലേലൂയ രക്ഷപ്പെടുത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ യഹോവയായ ദൈവം നമ്മുടെ പക്ഷത്തു തന്നെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ പക്ഷത്തു തന്നെയാണ് യഹോവയായ ദൈവം. ഹല്ലേലൂയ അത് ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് ജനം അനുഭവിച്ച ഇതര പീഡനങ്ങളിൽ നിന്നും തങ്ങൾ വിടുവിക്കപ്പെട്ടത് ഹല്ലേലൂയ ദൈവം അവരുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ ഹല്ലേലൂയ ഭരണകാലത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ പല തരത്തിലുള്ള ഹല്ലേലൂയ പീഡനങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ അവർ അനുഭവിച്ചു. ഹല്ലേലൂയ എന്നാലും അവരെ വീണ്ടെടുത്ത് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ കൊണ്ടുവന്നത് ദൈവം അവരുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് 2026 കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ 124 3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങും കളയുമായിരുന്നു. ഹല്ലേലൂയ അപ്പൊ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഹല്ലേലൂയ അപ്പൊ ജീവനോടെ വിഴുങ്ങാൻ നിൽക്കുന്ന മാനുഷിക ശക്തികൾ ഹല്ലേലൂയ സാത്താനുമായി കൂട്ടുചേർന്ന് ഹല്ലേലൂയ നമ്മെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഹല്ലേലൂയ യഹോവ ഹല്ലേലൂയ എന്റെ പക്ഷത്തായിരുന്നു, നമ്മുടെ പക്ഷത്തായിരുന്നു. ഹല്ലേലൂയ യഹോവ ഹല്ലേലൂയ നമ്മുടെ പക്ഷത്തായിരുന്നു. ഹല്ലേലൂയ സാത്താന്റെ കോപത്തെ ദൈവം തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ 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 സാത്താന്റെ കോപത്തെ ദൈവം ഹല്ലേലൂയ തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം ചെയ്ത കർത്താവേ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുള്ള ആൺകുട്ടികളെയൊക്കെയും ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. മതി. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഹെരോദാവ് ശിശുക്കളെ കൊല്ലുവാൻ അന്വേഷിക്കുന്ന വിവരം ദൈവദൂതൻ ഹല്ലേലൂയ യോസേപ്പിനെ ഹല്ലേലൂയ അറിയിച്ചത് അനുസരിച്ച് മിസ്രയീമിലേക്ക് ഹല്ലേലൂയ ഈജിപ്തിലേക്ക് ഹല്ലേലൂയ അവർ
ഹല്ലേലൂയ കടന്നുപോയി. ഈജിപ്റ്റ് ആ കാലത്ത് ഹല്ലേലൂയ ഒരു സങ്കേത നഗരമായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ഈജിപ്റ്റ് ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ ഒരു സങ്കേത നഗരമായിരുന്നു. കാരണം ഹല്ലേലൂയ ഹല്ലേലൂയ ഈജിപ്തിലും ക്ഷാമം വന്നപ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഹല്ലേലൂയ അവർ ഈജിപ്തിലേക്കാണ് ഹല്ലേലൂയ കടന്നു പോയത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ യോസേപ്പിനോട് അറിയിച്ചതനുസരിച്ച് ഹല്ലേലൂയ കുഞ്ഞിനെയും കൊണ്ട്, യേശു എന്ന പൈതലിനെയും കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഈജിപ്തിലേക്ക് ഹല്ലേലൂയ കടന്നു ചെല്ലുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഹേരോദാവിന് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിനെ ഹല്ലേലൂയ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പിശാചിന് യേശുവിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവം യേശുവിന്റെ പക്ഷത്തായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. വായിച്ചാട്ടെ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ഇവിടെ ഹല്ലേലൂയ സാവൂളെന്നും വിളിക്കും, ഹല്ലേലൂയ ശൗലെന്നും വിളിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ സാവൂളെന്ന് വിളിക്കുന്നതും ശൗലെന്ന് വിളിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ പൗലോസായ ഹല്ലേലൂയ കഥ. ഹല്ലേലൂയ. യേശുവിനെ ഏറ്റവും വെറുത്ത ശൗൽ ഹല്ലേലൂയ യേശുവിന്റെ ഉത്തമ ശിഷ്യനായി ഹല്ലേലൂയ യേശു ഭക്തരെ ഹല്ലേലൂയ പീഡിപ്പിക്കുകയും കൊല്ലുകയും ഹല്ലേലൂയ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഹല്ലേലൂയ ശൗൽ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ ഉത്തമ ശിഷ്യനായി മാറുകയാണ് ഹല്ലേലൂയ ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഹല്ലേലൂയ സകലത്തിലും മീതെ ഹല്ലേലൂയ നമ്മുടെ പക്ഷത്തു തന്നെയാണ്. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ദൈവം ഹല്ലേലൂയ നമ്മുടെ കൂടെ തന്നെ ഹല്ലേലൂയ ഉണ്ട്. സങ്കീർത്തനങ്ങൾ 124-ന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാണ്. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ അറിയാം. ഹല്ലേലൂയ. വേട്ടക്കാരുടെ കാര്യം ഹല്ലേലൂയ. അവർ പക്ഷിയെ പിടിക്കുവാൻ ഹല്ലേലൂയ കെണിയൊരുക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസി മക്കളെ ഹല്ലേലൂയ തകർത്തു കളയുവാൻ ഹല്ലേലൂയ കെണിയൊരുക്കുന്ന ഹല്ലേലൂയ ദുഷ്ട വേട്ടക്കാരായ ഹല്ലേലൂയ മാനുഷിക ശക്തികൾ, സാത്താന്യ ശക്തികൾ ഹല്ലേലൂയ ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. കെണിയിൽ നിന്നും ഹല്ലേലൂയ പക്ഷി എന്ന പോലെ ഹല്ലേലൂയ പക്ഷി എന്ന പോലെ നമ്മളെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ പ്രാണൻ ഹല്ലേലൂയ വഴുതിപ്പോയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാണൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മുടെ പക്ഷത്ത് ആയതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ പ്രാണൻ ഹല്ലേലൂയ വഴുതിപ്പോയി. ഹല്ലേലൂയ ഹല്ലേലൂയ വഴുതിപ്പോയി. മാത്രമല്ല ഹല്ലേലൂയ വേട്ടക്കാരൻ ഹല്ലേലൂയ 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 അവനെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കെണി ഹല്ലേലൂയ ഈ 2026 പൊട്ടി. ഹല്ലേലൂയ.
കെണികൾ പൊട്ടട്ടെ. ഹല്ലേലൂയ. ഈ 2026 ഹല്ലേലൂയ ഹല്ലേലൂയ കെണികൾ പൊട്ടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കെണികൾ പൊട്ടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആ വേട്ടക്കാരനെ ഹല്ലേലൂയ 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 കെണി പൊട്ടി. ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ വഴുതി. ഹല്ലേലൂയ ഇതാ ഹല്ലേലൂയ രക്ഷപ്പെട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ പക്ഷത്ത് നമ്മളെ ഹല്ലേലൂയ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് 2026 ഹല്ലേലൂയ ദൈവത്തിന്റെ വേല നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ നിരവധി ഹല്ലേലൂയ സ്ഥലങ്ങളിൽ പോയി ഹല്ലേലൂയ പരസ്യ യോഗങ്ങൾ നടത്തണം. ഹല്ലേലൂയ ഹല്ലേലൂയ ട്രാക്റ്റുകൾ ഹല്ലേലൂയ വിതരണം ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ വേല ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ചെയ്താൽ ഹല്ലേലൂയ 2026 ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മുടെ പക്ഷത്തു തന്നെ ഹല്ലേലൂയ ആയിരിക്കും. മാറ്റമില്ല. ഹല്ലേലൂയ. ഇത്തരം വചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. 2026 നമ്മൾ പ്രവേശിപ്പാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 2026 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ സ്വീകരിക്കണം? ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ ഹല്ലേലൂയ 2026 55 നമ്മൾ ഹല്ലേലൂയ പാട്ടോടുകൂടെ ഹല്ലേലൂയ പറഞ്ഞു വിട്ടിട്ട് 2026 ഹല്ലേലൂയ സ്തോത്രം പാട്ടോടുകൂടെ തന്നെ ഹല്ലേലൂയ നമുക്ക് സ്വീകരിപ്പാൻ നല്ലവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുന്ന വൻ കൃപകൾക്കായി ദൈവത്തെ ഹല്ലേലൂയ ഞാൻ ആദ്യമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2025 നമുക്ക് ചെറിയ ചെറിയ ഹല്ലേലൂയ എല്ലാവരും ഹല്ലേലൂയ നന്മയാൽ നിറഞ്ഞെന്നല്ല ഹല്ലേലൂയ ചെറിയ ചെറിയ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിന് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഹല്ലേലൂയ സ്തോത്രം നോക്കണമേ ഹല്ലേലൂയ ഒരു തുട്ടനും നമ്മളെ നോട്ടം വിട്ടില്ല. ഒരു തുട്ടനും നമ്മളെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ എത്ര വലിയവനാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജാതികരായിരുന്ന സമയത്തുണ്ടല്ലോ ഹല്ലേലൂയ സ്തോത്രം ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ചത്താ മതി എന്ന് തോന്നും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കർത്താവ് വിളിച്ച് വേർതിരിച്ചതിന് ശേഷം ഹല്ലേലൂയ ആ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ചത്താ മതി എന്നല്ല, എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടണം എന്നുള്ള ഹല്ലേലൂയ ആ ഒരു വെമ്പലല്ലാതെ ഹല്ലേലൂയ മറ്റൊന്നും ഹല്ലേലൂയ എനിക്ക് ആ ചിന്ത തോന്നിയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ 2025 പ്രിയ ദൈവമേ നിനക്ക് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു നല്ലൊരു 26 ആയിരിക്കാൻ ഹല്ലേലൂയ കർത്താവ് ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരു പാട്ടിന്റെ ഒരു പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇടയിൽ പറയും. ഹല്ലേലൂയ സ്തോത്രം ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരു പാടി ഹല്ലേലൂയ അതിനനുസരിച്ച് ഹല്ലേലൂയ കസേരകളൊക്കെ ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്ത് ഫ്രണ്ടിലോട്ടൊന്ന് ചകൽ ചേർന്ന് വലിച്ചു വെച്ചോ കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നു കണ്ട മിസ്സേവേ കാണുകയില്ല, ഇന്നു വന്ന കട്ടീരി വാരികയില്ല, ഇന്നു കണ്ട മിസ്സേവേ കാണുകയില്ല, ഇന്നു വന്ന കട്ടീരി വാരികയില്ല, പാതയന്റെ കൂടാരത്തിനടുക്കയില്ല, പാതയന്റെ കൂടാരത്തിനടുക്കയില്ല, നിന്റെ കാലുകൾ ഇടറും
മനുഷ്യ ശക്തികൾ എന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ എന്റെ കൂടെയുണ്ടാകും. മനുഷ്യ ശക്തികൾ എന്നെ തൊടുകയില്ല. എന്നു കണ്ടാൽ നിന്നെ കാണുകയില്ല. എന്നു വന്നാൽ കഷ്ടത്തിനെ വാരികയില്ല. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു 2026. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവങ്ങളും അവരവരുടെ സ്ഥാനങ്ങളിൽ ദരിദ്രന്മാർക്ക് അപ്പൻ എന്ന സ്വതന്ത്രം. ദരിദ്രന്മാർക്ക് അപ്പൻ എന്നൊരു പേര് കൂടെ ഇയ്യോബിന് കിട്ടി. സ്വതന്ത്രം. ഒന്ന് ദൈവത്തിന്റെ മകനും, രണ്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു അപ്പനായി മാറിയ ഒരു മഹാഭാഗ്യം ഇയ്യോബിന് കിട്ടി. ഇയ്യോബ് തന്നെ ഉള്ള സമയത്ത് ഇല്ലാത്തവരെ സഹായിച്ചത് കൊണ്ട് അവന്റെ കഷ്ടത വന്നപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ വാങ്ങി തിന്നവർ തിരിച്ചു വരാനിടയായി. തിരിച്ചു മടങ്ങി 42-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിക്കുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം 8-ാം വാക്യം ഇയ്യോബിന്റെ മുഖത്ത് ദൈവം ആദരിക്കുന്നു. നീ 10 രൂപ ദൈവദാസന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദൈവദാസന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ദൈവം നിന്റെ കയ്യിൽ ദൈവം നിനക്ക് നന്മ തരും. ഹല്ലേലൂയ. അപ്പൊ ഇയ്യോബ് ചിന്തിച്ചില്ല ഞാൻ ഈ ചെയ്ത നല്ല സൽപ്രവൃത്തി മടങ്ങി വരുമെന്ന് ചിന്തിച്ചിട്ടില്ല. അത് ചിന്തിക്കാതിരുന്നപ്പോൾ ദൈവം അവരെ ആദരിപ്പാൻ ദൈവം അവന്റെ മുഖത്തെ ആദരിച്ചു. അത് മാത്രമല്ല അവൻ കൊടുത്തു സഹായിച്ചവർ അവന്റെ വീട്ടിൽ വന്നു. അവന് നല്ല ആഹാരം കൊടുത്തു. കൊണ്ട് ഒരു മോതിരം കൊടുക്കേണ്ടത് 2 നാണയം കൊടുത്തു. അവൻ വലിയ ധനാഢ്യനായി. 140 വർഷം വരെ ജീവിക്കുവാൻ കർത്താവ് സഹായിച്ചു. ജീവിതത്തിൽ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഇയ്യോബ് 140 വർഷം വരെ ജീവിച്ചു. സ്വതന്ത്രം.
4 തലമുറ കാണാൻ ഒരു ഭാഗ്യം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു തലമുറ കാണൂലെന്ന് വാദിച്ച സ്ഥാനത്ത് ആമേൻ. 4 തലമുറ കണ്ട് ഹല്ലേലൂയ. തൃപ്തനായി മരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൃപ്തനായി മരിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത് 91 സങ്കീർത്തനം 14 വാക്യം. അവിടെ പറയുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വെടിവെക്കും. അവൻ എന്റെ നാമം അറിയാ, ഞാൻ അവനെ ഉയർത്തും. ഈ യേശുക്രിസ്തുവിന്റെ നാമം ആരെങ്കിലും ഉച്ചരിക്കുകയാണെങ്കിൽ അവനെ ആദരിക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. അവനെ ആദരിക്കും. അവനെ കുറിച്ചാണ് ആവർത്തനം 28:13 ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. എന്ന് പകർക്കാൻ ആരെങ്കിലും നിന്നെ താഴ്ത്തി പറഞ്ഞെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ആരെങ്കിലും നിന്ദിച്ചെങ്കിൽ നീ ഭാരപ്പെട്ടുകൊണ്ട. അവിടെ മുമ്പിൽ ദൈവം നിന്നെ തല ഉയർത്താൻ പോകുന്നു, ദൈവം നിന്നെ ആദരിക്കാൻ പോകുന്നു. അങ്ങനെ യോബിനെ സങ്കടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും എന്റെ യേശു അവനെ സഹായിച്ചു. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചാൽ യേശു നിങ്ങളെ മറക്കാത്ത ദൈവമാണ്. യേശുവിന്റെ ചിന്തയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ പോലെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴേ 20-29 വായിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. ഒന്ന് വായിക്കാമോ? 20-29. കണ്ട് വിശ്വസിക്കുന്നതിന് കാണാതെ വിശ്വസിക്കുന്ന എത്ര ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പൊ നീ ആരെ വിശ്വസിക്കുകയാണ്? യേശുവിനെ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ഏറ്റവും വലിയ പ്രായമുള്ള അമ്മച്ചിയാണ് വന്നിരിക്കുന്നത്. അല്പം അമ്മച്ചി ഉറങ്ങിയാലും നമ്മളാരും ശാസിക്കരുത്. ഇത്രയും പ്രായത്തില് ഈ പ്രായത്തിൽ അമ്മ വന്ന് ഇരിക്കണമെങ്കിൽ അമ്മയ്ക്കൊരു ദൂതുണ്ട്. സങ്കീർത്തനം 92:14 വാക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തീർന്നു പോകുകയല്ല, ആ ഫലം കായ്ക്കും. സംഖ്യാപുസ്തകം 17:5 അഹരോന്റെ വടി തളർത്തു. ഹല്ലേലൂയ. ഒന്നിനും കഴിവില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം നിന്റെ വടിയെ ഒന്ന് തളർത്തു. അത് കൂടുവാനിടയായി. സ്വന്തം ഈ ശൂന്യമായ അവസ്ഥയിൽ ഇസ്ഹാക്ക് വിതച്ചു. എങ്ങനെ വിതച്ചു? ഈ 2025 വരെ നമ്മളെ സൂക്ഷിച്ച ദൈവമാണ്. 2026 ഒരു പുതിയ അധ്യായത്തിൽ കിടക്കാൻ പോവുകയാണ്. ഒരു പുതിയ ഒരു സ്റ്റെപ്പ് നമ്മൾ കാല് വെക്കുകയാണ്. അപ്പൊ നേരത്തെ യോർദാൻ വെള്ളത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു പാട്ട്. സ്തോത്രം. അതെങ്ങനെ യോർദാൻ വെള്ളം വറ്റുന്നത്? ആ യോർദാൻ വെള്ളം വറ്റാൻ കാര്യം എങ്ങനെയോ? യോശുവയുടെ പുസ്തകം 3-5 വാക്യം. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ ഒരു അസാധാരണ പ്രവൃത്തി നിങ്ങളുടെ നടുവിൽ നിഴയിലുണ്ടാവുകയാണ്. നാളെ ഇന്ന് രാത്രി നാളെ രാവിലെ ആകുമ്പോൾ ഒരു അസാധാരണ പ്രവൃത്തി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന്. സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. സ്വതന്ത്രം. നമ്മുടെ താഴ്ച നമ്മൾ ഓർക്കുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നത് 136 സങ്കീർത്തനം വായിക്കുമ്പോൾ 21-22 വാക്യത്തിൽ വായിക്കുന്നത്, 22-23 വായിക്കുന്നത് നമ്മളെ താഴ്ചയിൽ നമ്മൾ ഓർക്കുന്ന ഒരു ദൈവം. നമുക്ക് താഴ്ച വരുമ്പോൾ നമ്മളിരിക്കുന്ന ഭാഷകൾ കണ്ടു കാണാതെ പോകും. ഒരു പാട്ട് ഇറങ്ങുന്നത് ആരും സഹായം ഇല്ല എല്ലാവരും അറിയാമോ? സങ്കീർത്തനം 121 വാക്യമാണ്. എന്റെ സഹായമോ സ്വതന്ത്രം. എന്റെ കാല് വഴുതുവാൻ സമ്മതിക്കുന്നില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ കൂടെ ഉണ്ട്. സങ്കീർത്തനം 127 സങ്കീർത്തനം 3 വാക്യം. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. അമ്മ ഉറങ്ങുമ്പോഴും അമ്മയ്ക്ക് ദൈവം തരേണ്ട നന്മ തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് കിടന്ന് ഉറങ്ങുമ്പോൾ ഏലിയാവിനെ തട്ടി ഉണർത്തുന്ന ഒരു കാക്ക ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ദൈവത്തിന്റെ അംശത്തിലാണ്. ഏലിയാവിനെ കരുതുവാൻ ദൈവം കൊട്ടാരത്തിന് ആഹാരം ഒരുക്കുകയാണ്. സ്വതന്ത്രം. കൊട്ടാരത്തിൽ രാജാവ് കഴിക്കുന്ന ആഹാരത്തിന് മുമ്പേ ഏലിയാവ് ആഹാരം കഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തിന് ഒരുക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല.
ആരുടെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ അറിയാലോ, 1 കൊരിന്ത്യർ 2:9. ദൈവം സ്നേഹിച്ചവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല, ഇന്നുവരെയും തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. എന്റെ യേശു ഈ മകൾക്കും നിങ്ങൾക്കും വിളിക്കുന്ന ദൈവദാസനും ഈ സുരേഷ് പാസ്റ്ററും വിളിക്കുന്ന അമ്മച്ചന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആർക്കും തന്നെ കണ്ടിട്ടില്ല. എല്ലാം മറച്ചു വച്ചിരിക്കുകയാണ്. പുസ്തകം 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ ചെന്നു എന്നുവെച്ചാൽ ചെന്നു. ചില പ്രതികൂലങ്ങളെ മാറ്റണമെങ്കിൽ ചെല്ലണം. ദൈവം ചെല്ലണം. ദൈവം തനിക്ക് മുമ്പേ, അവൻ തനിക്ക് മുമ്പേ യാത്ര ചെയ്ത ചില പ്രതികൂലങ്ങൾ, ചില യോർദാൻ കല്ലുകൾ, അല്ലെങ്കിൽ ചില കുഴികൾ, അതിനെ വെട്ടി മാറ്റാൻ ദൈവം മുന്നോട്ട് യാത്ര ചെയ്യും. ആ യാത്രയിൽ വേറെ ഒരു പാർശ്വരെ മുമ്പിൽ കയറ്റരുത്, ഒരു പ്രവാചകരെ കയറ്റരുത്. അവിടെ യേശു യാത്ര ചെയ്യുന്നു. നീ കാണാത്തതും നിന്റെ കണ്ണിൽ കാണാൻ കഴിയാത്ത ചില മറവുകളുണ്ട്. ഇടിച്ചു കളയുവാൻ മലകളെ, അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ പാട്ടാണ്. 41-ാം വാക്യം, പുഴുവായ യാക്കോബേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മിതിവണ്ടിയാക്കുമെന്ന, നീ ഉയർന്ന പർവ്വതങ്ങളെ ചവിട്ടും. അതാണ് പാട്ടിന്റെ വരി. ഒരു പാട്ട് പഠിച്ചാലും ആ വചനത്തിന്റെ വെളിപ്പാട് എനിക്ക് കരുതാൻ വെളിപ്പെടുന്നുണ്ട്. ഞാൻ ഒരു പ്രവാചകനല്ല. ഏത് പാട്ട് പഠിച്ചാലും ആ പാട്ടിൽ ലൈൻ നോക്കുമ്പോൾ വചനം ഉണ്ടെന്ന് ദൈവാത്മ എന്നെ ഉച്ചരിക്കുന്നുണ്ട്. ഉയർന്ന പർവ്വതങ്ങളെ നീ പൊടിക്കും, നീ അതിനെ പാറ്റും. നീ അതിനെ പാറ്റാൻ പോവുകയാണ്, നീ അതിനെ പൊടിക്കാൻ പോവുകയാണ്, നീ അതിനെ ഇടിച്ച് കളയാൻ പോവുകയാണ്, നീ അതിനെ പിറത്ത് കിടക്കാൻ പോവുകയാണ്. നിന്നെ എവിടെ തള്ളിയിട്ട് ചവിട്ടാൻ ആഗ്രഹിച്ചോ അതിന്റെ മേളിൽ നീ ചവിട്ടാൻ പോവുകയാണ്. സ്വതന്ത്രം. അതാണ് ലൂക്കോസ് 10:19, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നു, അതൊന്നും നിനക്കൊരു ദോഷം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. യോർദാൻ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ 3-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ, യോർദാൻ വെള്ളം ചവിട്ടുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാല് യോർദാൻ തൊട്ടപ്പോൾ വെള്ളം പിൻവാങ്ങി. നിന്നെ തകർക്കുന്ന ചില വെള്ളത്തിന്റെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റുവാൻ കഴിവുള്ളവരാണ്. 2025 വരെ നിന്നെ അടക്കി ഭരിച്ച പൈശാചിക പോരിന് എന്റെ ദൈവം അതിനെ ശാസിക്കാൻ പോവുകയാണ്. കൊലോസ്യർ 2-ാം അധ്യായം 13-14, നിനക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തുകളെ ദൈവം മായ്ച്ചു കളയുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചോ. 57-ലെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. 7 മുതൽ 10 വരെ. പൊക്കോ ഉയരമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. എന്റെ ദൈവമേ, നേരത്തെ പറഞ്ഞത് കിടക്കായല്ലോ. നീ ഉയർന്ന പർവ്വതങ്ങളെ മിതിക്കും. പൊക്കോ ഉയരമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു, അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറിച്ചു. കതകിനും കട്ടിളയ്ക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ച്. യെശയ്യാപ്രവാചകൻ 57-ന്റെ 7 10 ആയിരുന്നു. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല. കപടം കാണിപ്പാനും എന്നെ ഓർക്കുകയോ കൂട്ടാക്കുകയോ ചെയ്യാതിരിപ്പാൻ നീ ആരെയാകുന്നു ശങ്കിച്ച് ഭയപ്പെട്ടത്? ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടില്ലയോ? നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത് എന്ത്? ഒരു വാക്യം മാറിപ്പോയപ്പോൾ കുഴപ്പമില്ല. 54-ന്റെ 7 അതാണ് എടുത്തത്, പക്ഷെ റോട്ട് മാറിപ്പോയി. 54-ന്റെ 7 അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിൽ മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊടുക്കും. ക്രോധാധിക്യത്തിൽ
ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചുവെങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്തു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഫലസിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ആ മറ്റൊരു പോയിന്റ് അവിടെ കിടക്കുന്നത് ഈ വിലാപത്തിന്റെ പുസ്തകം 3:22 പറയുന്നത് എന്റെ ദയ നിന്നെ വിട്ട് മാറിപ്പോകുകയില്ല. എന്റെ ദയ നിന്നെ വിട്ട് മാറിപ്പോകുകയില്ല. മാറുമെങ്കിൽ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവെന്ന് വിചാരിക്കണം. സ്വതന്ത്രം ദൈവത്തിന്റെ ദയ നിന്നെ വിട്ട് മാറിക്കഴിഞ്ഞ ചിന്തിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന കുറവുണ്ടോ? ആ പ്രാർത്ഥനയിൽ മടങ്ങി വരിക. സ്വതന്ത്രം യാക്കോബ് 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്ന പോയിന്റാണ് 5:14 മുതൽ 16 വായിക്കുമ്പോൾ അവിടെ നീതിമാന്റെ ശ്രദ്ധേയ പ്രാർത്ഥന. അപ്പൊ നമ്മൾ നീതിമാനൊരു പേര് പോലും ദൈവം തന്നിട്ടുണ്ട് അല്ലേ? നീതിമാന്റെ ശ്രദ്ധേയ പ്രാർത്ഥന. ധീരക്കാരന്റെ സൗഖ്യം വരും. നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ അമേരിക്കയിലുള്ള വലിയ ആൾക്ക് സൗഖ്യം മാറും. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ള ദൈവമാണ്. ദൈവത്തിന് സാധാരണ ചെയ്യുന്ന കാര്യമില്ല, വലിയ കാര്യം ചെയ്യാൻ കഴിവുള്ള ആ ദൈവത്തിന്റെ മുമ്പിൽ നീ വന്നിരുന്നാൽ നിന്നെ ആർക്കും തൊടാൻ പറ്റുകയില്ല. തുടങ്ങാൻ ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.